ഫുൾ പഞ്ചോ മത്സരമാണ്. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ്. ഇന്ന് ഈ പഞ്ചായത്തിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. പഞ്ചായത്തുകളുടെ ഓണാഘോഷങ്ങളെല്ലാം റദ്ദ് ചെയ്തു. ഈവൻ ക്ലബിന്റെ പോലും, ഞങ്ങളുടെയൊക്കെ അവിടെ ക്ലബിന്റെ പോലും ഓണാഘോഷങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണ്. ഇപ്രാവശ്യം സമസ്ത മേഖലകളിലും എല്ലാ ഓഫീസുകളിലും എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞ ഹൃദയത്തോടെ വളരെ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുകയാണ്. ഈ ഓണത്തിന്റെ സ്പിരിറ്റ്, ഈ ഓണത്തിന്റെ സന്തോഷം നമ്മൾ ഉൾക്കൊള്ളണം. എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവർക്കും എന്താ പറയാ സന്തോഷം നമ്മളെ കൊണ്ടാവുന്നത്. സമൂഹത്തിൽ നമ്മൾ കലാപം സൃഷ്ടിക്കുന്നവരാണ്. ഏത് സമൂഹത്തിലും സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ആ സമൂഹത്തിന് വളരെ ശാന്തമായിട്ട് മുന്നോട്ട് നീക്കാനൊക്കെ. എന്റെ ഒരു രീതിയും എന്റെ ഒരു അഭിപ്രായമാണ്. സന്തോഷത്തോടുകൂടി സമാധാനത്തോടും കൂടി നമ്മൾ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതിന് ഓണം നൽകുന്ന, ഓണാഘോഷം നൽകുന്ന ഈ വേള അതിന് സഹായമാകട്ടെ. ഞാൻ എന്നോട് പെട്ടെന്ന് വയസ്സ് സംസാരിക്കാൻ പറ്റും. ഒരു കഥയൊക്കെ കൊണ്ടുവരാൻ, പക്ഷേ അത് ഞാൻ പെട്ടെന്ന് ഒരു കഥയൊക്കെ ഓർത്തെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എല്ലാവർക്കും ഓണത്തിന് നല്ല ആശംസകൾ ഞാൻ തരുന്നു. നല്ല സുദിനങ്ങൾ നമ്മളെ കാത്തിരിക്കട്ടെ. നന്നായി മുന്നോട്ട് പോകാം. കേരളത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നിച്ച് കൈകോർത്ത് മുന്നോട്ട് പോകാം. അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളോ വിദ്വേഷങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിവെച്ച് നല്ലൊരു മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ഹൃദയമായ ഓണാശംസകൾ. പ്രസംഗങ്ങൾക്കിടയിലും നമുക്ക് ഓരോ പാട്ടുകളുടെ ഉണ്ട്. ഇപ്പോൾ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി നമ്മുടെ MGNRSലെ സ്റ്റാഫ് ബഹുമാനിയായ സിന്ധുവിനെ ക്ഷണിച്ചു. ചെറുപ്പത്തിലെ ഓണത്തെ പറ്റി വിവരിക്കുന്നതിനായി ക്ഷണിച്ചു. നമസ്കാരം. വളരെ സന്തോഷം തന്നെയുണ്ട്. നമ്മുടെ ഈ ഓണാഘോഷം നല്ല രീതിയിൽ നടത്താൻ സാധിച്ചത് വളരെ സന്തോഷമാണ്. വയസ്സ് പറഞ്ഞ പോലെ ചെറുപ്പകാലങ്ങളിലുള്ള ശരിയാ വിഷു, ക്രിസ്മസ് ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഞങ്ങൾ പറയും അടുത്ത ഓണത്തിന് മുമ്പാണല്ലോ വെള്ളപ്പൊക്കം. അത് ശരിയാ. അപ്പൊ ഞങ്ങൾ പറയും ഇനി അടുത്ത വിഷു കഴിയുമ്പോഴേ ഞങ്ങൾ പറയും അടുത്ത ആഘോഷം വെള്ളപ്പൊക്കമാണ് എന്ന് പറഞ്ഞാൽ അതുപോലെ വീടിനകത്ത് വരെ വെള്ളം കയറിയ അവസ്ഥകളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞാണ് പിന്നെ ഓണം വരുന്നത്. അടുത്ത ഓണം വരുമ്പോൾ നമുക്കറിയാം പഴയ കറികളൊക്കെ അമ്മ വെക്കുന്നതൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴും പറയായിരുന്നു ആ ടേസ്റ്റ് ഒന്നും ഇപ്പൊ കിട്ടാനില്ല. വറുത്തരയ്ക്കുക, പാവയ്ക്ക വറുത്തരയ്ക്കുക. ഞാനിവിടെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് അഭിനന്ദിക്കുന്നത് 3 പേര്, എല്ലാരെയും അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ആഘോഷങ്ങളിലെ സ്പിരിറ്റ് മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് 3 പേരാണ് ഇവിടെ എത്തിയത്. ഒന്ന് നമ്മുടെ പ്രിയങ്കരിയായ ശാന്തമ്മ ചേച്ചി, അല്ലെ ശാന്തമ്മ അമ്മ. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം ജ്യേഷ്ഠ സഹോദരനായ നമ്മുടെ പ്രിയങ്കരനായ CS. അതിനുശേഷമാണ് നമ്മുടെ പ്രിയങ്കരനായ കലാകാരനെ കൂടിയായ ജിനുക്കെ. ഇവരാണ് നമ്മൾ ഇന്ന് പറഞ്ഞ ആഹ്വാനപ്രകാരം ഏറ്റവും നല്ല വിവിധങ്ങളായ നമ്മുടെ ഗ്രാമീണ പ്രാചീന നമ്മളെ ഡ്രസ്സുകളെ അനുസരിച്ചുകൊണ്ട് ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് ഇവിടെ വന്നിരിക്കും. അവരെ പ്രത്യേകം നമുക്ക് എല്ലാവർക്കും ഒരു കൈയോടെ അനുവദിക്കാം. പിന്നെ ഇതിന്റെ എല്ലാ സംഘാടകരായ നമ്മുടെ സ്റ്റാഫ്, പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, അവർ വളരെ ആത്മാർത്ഥത പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും നമുക്ക് ഓരോരുത്തർ അഭിനന്ദിക്കും. ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ജിനുക്കെ ഒരു ഓണപ്പാട്ട് നമുക്ക് പാടുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരു ഓണം നമുക്ക് നടത്താൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. സംഘടിപ്പിക്കുന്നതിൽ വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. ഈ ഭരണസമിതിയുടെ ലാസ്റ്റ് ഓണാഘോഷ പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ ചെറുപ്പകാലങ്ങളിൽ ഓണം വരുമ്പോൾ വീടുകളിൽ ഊഞ്ഞാല് കെട്ടി ഓണസദ്യ ഉണ്ടാക്കി വളരെ പരിപാടിയാണ്. ഇപ്പം എന്നും എല്ലാ വീടുകളിലും ഓണമാണ്. ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും സന്തോഷത്തിന്റെ, സമ്പൽ സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ നല്ല നാളുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധികം വിളക്കില്ല.
നമ്മുടെ എല്ലാ ചെടിയുടെ ഏകി വന്നില്ലേ? ഗന്ധമാദനഗിരിയുടെ താഴ്വരക്കാട്ടിൽ നിന്നോ കാലത്തിൻ തനോജകൾ ഋതുകന്യകൾ വന്നുലാളിച്ച് വളർത്തുന്ന പുഷ്പവാടിയിൽ നിന്നോ മാലമാലയ മലർമലരായി വിരിയുന്ന മാനത്തെ ഗ്രഹതാരാ സഞ്ചയങ്ങളിൽ നിന്നോ തെന്നലിൻ ഹിമഗംഗാതരംഗങ്ങളിൽ ഒരു ധന്യ സൗരഭം ചുറ്റുമൊഴുകി പരക്കുന്നു. ഞാൻ അതിലറിയാതെ എൻ മോഹത്തിൻ കടലാസുതോണിയെ നിറക്കിക്കൊണ്ടിന്നലെ തുഴയുമ്പോൾ നാണിച്ച് മുഖം കുനിച്ച് അരികത്തിരിക്കുവൻ നായികയുടെ മോഹമുഖമാം ശബ്ദം കേട്ടു. പ്രപഞ്ചം നിറയും പാവനെ. നമ്മുടെ ജഡ്ജസ് റെഡിയാണോ? ഓക്കെ. ഇത് മലയാള മങ്ക, അതോടൊപ്പം തന്നെ മലയാള പുരുഷനും തനിമ ഉള്ള പുരുഷനും വനിതയ്ക്കും ഫസ്റ്റ് പ്രൈസ്. ഓണം 500 രൂപയാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് കേട്ടോ. രണ്ടുപേർക്കും മാർക്കിടാം. ജഡ്ജസ് വളരെ മുമ്പിലോട്ടിരിക്കുക. മത്സരിക്കാൻ ഞാൻ വിളിച്ചോളാം. ആദ്യമായിട്ട് എവിടുന്ന് പ്രസിഡന്റ് അവിടെ കയറുന്നത് നമ്മുടെ ആ ഗേറ്റ് അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരണം. നമ്മുടെ വീഡിയോ ഒക്കെ ഉണ്ട്. ആദ്യമായി മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് ബഹുമാന്യ ഉതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടമയെ ക്ഷണിച്ചോളൂ. കൈയൊക്കെ പൊക്കി കാണിക്കാം. നമ്മളെല്ലാം നസ്രാണി മലയാള ഭംഗിയായിട്ട് നമ്മുടെ എല്ലാം ജ്യേഷ്ഠതി അമ്മയായ പ്രിയ ശ്രീമതി ശാന്തമ തോമസ് അവരുടെ ക്ഷണിച്ചുള്ളതോ. നമ്മുടെ എല്ലാം പ്രിയങ്കരിയും പ്രിയയുമായ പ്രിയാകുമാരി. അടുത്തതായിട്ട് നമ്മുടെ എല്ലാം നമുക്കൊരു ഡോക്ടർ നമ്മളോട് ഇപ്പോഴും ഉണ്ട്. നമ്മുടെ പ്രിയങ്കരിയായ ഡോക്ടർ ശാന്തമ ഫിലിപ്പോസ്. അടുത്തായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രിയങ്കരായ സെക്രട്ടറി ശ്രീ രാജീവിക്ക്. അടുത്തതായിട്ട് നമ്മുടെ ഏറ്റവും പ്രിയങ്കരായും നമ്മുടെ ജ്യേഷ്ഠ സഹോദരനുമായ സി എസ് സുധൻ. അടുത്തതായിട്ട് നമ്മളെല്ലാവർക്കും നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ആഹാരങ്ങളും കാപ്പിയും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുക നമ്മുടെ ബിന്ദു. ഹലോ. അടുത്തതായിട്ട് നമ്മുടെ ജിനുക്കെപ്പോൾ ഇതിപ്പോ പ്രത്യേകത ഉണ്ടല്ലോ ഇതിനകത്ത്. അടുത്തതായിട്ട് നമ്മുടെ എല്ലാം ഈ വാർഡർ തന്നെ പ്രതിനിധിയായ ജോബി വട്ടംപറമ്പ് അല്ലെങ്കിൽ മറീസാക്കോ. അടുത്തതായിട്ട് നമ്മുടെ പരിപാടിക്കെല്ലാം നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയങ്കരൻ അനിൽ സാർ. അടുത്തതായിട്ട് നമ്മുടെ 17ാം വാർഡ് മെമ്പർ ജിനുവി കുമാർ. ഹലോ, എല്ലാരും കൈയടിക്കേ.
അടുത്തതായിട്ട് നമ്മുടെ എല്ലാ പ്ലാൻ ക്ലർക്ക് ബഹുമാന്യായ തജിമോൾ തോമസ്. ഹലോ, എല്ലാവരും കൈവച്ചുകൊണ്ട് അവരെല്ലാം അവരുടെ ദീർഘ ദിവസങ്ങളിലെ പരിശ്രമമാണ്. അടുത്തത് നമ്മുടെ അക്കൗണ്ടന്റ് മോൻസി മാസമായി എത്തിച്ചേർന്ന പ്രിയങ്കരനായ നമ്മുടെ അക്കൗണ്ട് മോൻസി. അതോടൊപ്പം തന്നെ അടുത്തതായിട്ട് നമ്മുടെ 13ാം വാർഡ് മെമ്പർ ധന്യ ഗോൾഡ്. അടുത്തതായിട്ട് നമ്മുടെ 11ാം വാർഡ് മെമ്പർ സിജി മാത്യു പ്രോത്സാഹിക്കുക. അടുത്തതായിട്ട് നമ്മുടെ എല്ലാ ജ്യേഷ്ഠ സഹോദരിയും പ്രിയങ്കരമായ വത്സമവാണി. ഒരടിക്കണോ? അടുത്തതായിട്ട് നമുക്കെല്ലാം എന്നും ഓണത്തിന്റെ അല്ലെ സമാധാനത്തിന്റെ മെസ്സേജ് നൽകുന്ന നമ്മുടെ ഗീതമ്മ കണക്കാലി. ഗീതമ്മ കാണക്കാലി. അടുത്തതായിട്ട് നമ്മുടെ പ്രിയങ്കരയായ അധ്യാപികയുടെയൊക്കെ ആയ സിജി വർഗീസ് 4ാം വാർഡിന്റെ പ്രിയങ്കരയായ മെമ്പർ. അടുത്തതായിട്ട് നമ്മുടെ MGNREC ഉദ്യോഗസ്ഥ സിന്ധു. അടുത്തതായിട്ട് നമ്മുടെ സൗമ്യയാണ് നമ്മുടെ മത്സരത്തിന്റെ എല്ലാം ഇപ്പോൾ തന്നെ ഇലക്ഷന്റെ ഒരു പേപ്പർ കൊടുക്കാൻ പോയിരിക്കുകയായിരുന്നു. സൗമ്യ പ്രത്യേകം അഭിനന്ദിക്കുക. എല്ലാവരും കൈയടിക്കുന്നത് സൗമ്യാണ് എല്ലാം പ്രധാന സംഘടന. അടുത്താണ് നമ്മുടെ സുനു, നമ്മുടെ ബിൽഡിങ്ങിന്റെ മൊത്തം പ്ലാനിന്റെ എല്ലാം കണക്ക് നോക്കുന്ന. അതോടൊപ്പം തന്നെ നമ്മുടെ HI സുമിയാണ് വരുന്നത്. നമ്മുടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ബിൽഡിങ്ങിന്റെ പ്ലാനിന്റെ ഒക്കെ കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യ സുമി. അടുത്തതായിട്ട് സുനു നമ്മുടെ ഈ പുതുപ്പള്ളിയെ മാലിന്യമുക്തമായ ഒരു പുതുപ്പള്ളിയാക്കുന്നതിന് വേണ്ടി ഈ ഓഫീസിൽ നിന്നുകൊണ്ട് അക്ഷരാർത്ഥം പ്രവർത്തിക്കുന്ന സുമി. അത് കൊൻകുന്നം സ്വദേശിയാണ്. സുമി നമ്മളോടൊപ്പം വളരെ സഹകരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ രമ്യ. ഇപ്പോൾ 3 വർഷമായി നമുക്ക് 100% നമ്മുടെ ടാക്സ് പിടിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ ഹരിത പ്രിയങ്കരയായ ഹരിത നമ്മോടൊപ്പം തന്നെ പുതുപ്പള്ളി താമസിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ ജോലി ചെയ്യുന്നു. കടുത്തുരുത്തി സ്വദേശിയാണ്. വളരെ സൗമ്യവതിയായ ഒരു കുട്ടിയാണ്. നമ്മുടെ എല്ലാം കൊച്ചനുജത്തിയാണ്. സൗമ്യയെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് നമ്മുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരി നമ്മുടെ എല്ലാ കുട്ടികളുടെ ടീച്ചറുമായ സൂസൻ ചാണ്ടി തോട്ടക്കാട്. അടുത്തായിട്ട് നമ്മൾ വിവിധ ജില്ലകളിലുള്ളവർ ഒന്നിച്ചു കൂടുന്ന പല വൈരുദ്ധ്യങ്ങളായ ആഘോഷങ്ങളുടെ ഒരു സംയോജനമാണ്. അപ്പോൾ നമ്മൾ കൊല്ലത്തുനിന്ന് നമുക്ക് 2-3 സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ രമ്യ കൊല്ലം രാവിലെ ആദ്യം 6 മണിക്ക് തന്നെ വീട്ടിൽ കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഈ ഓഫീസിലേക്ക് വരുന്നതാണ്. തിരിച്ച് കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ ചെല്ലുന്നത്. രമ്യയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഏത് കാര്യങ്ങളും വളരെ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ. അടുത്തതായിട്ട് നമ്മുടെ നമുക്കെല്ലാം പെൻഷൻ തരുന്ന നമ്മുടെ ജോയി സാറിനെ വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഏത് ഫയലാണെങ്കിലും 1 മിനിറ്റ് കൊണ്ട് നമുക്ക് എടുത്തു തരുന്ന ജോയി സാർ നമ്മുടെ അഭിമാനമാണ്. ജോയി സാറിനെ വളരെ സന്തോഷം സാധിച്ചു. നമുക്ക് തന്നെ ഇവിടെ വളരെ നല്ലൊരു കലാകാരൻ നമുക്ക് പഞ്ചായത്തിലുണ്ട്. നമുക്കെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അദ്ദേഹം നല്ല ഓണക്കോടികളൊക്കെ ഡ്രസ് ധരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഭയങ്കര ഏഴ്സിനെ അല്ല സുധീഷ് സാറിനെ കുടുംബശ്രീയുടെ ആളുകൾ ആയതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മോടൊപ്പം ഗ്രേഷ്മ വന്നില്ലേ? ഗ്രേഷ്മ മുന്നോട്ട് വന്നേ. നമ്മുടെ കൊച്ചനുജത്തിയ ഒരാഴ്ചയാണ് നമ്മളോട് ബന്ധപ്പെട്ട് കൊല്ലമാണ്. ഓണത്തിന്റെ കൊല്ലം കണ്ടവർക്ക് ഇല്ലം കാണുമെന്ന് പറയുന്നത് കൊല്ലത്തിന്റെ കൊച്ചായ ഗ്രേഷ്മയെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പിന്നിൽ നിന്നും വളരെ വലിയൊരു കലാകാരനും ഗായകനും ഒക്കെ ആയ നമ്മുടെ അനീഷ് സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. അനീഷ് സാറെ വളരെ ഹരിത ഡ്രസ് വയ്ക്കാനാണ് ഈ ഓണം ആഘോഷിക്കുന്നത്. പ്രകൃതിയുടെ ഭാഗമായി
അദ്ദേഹത്തെ വളരെ സ്നേഹപ്രദമായ. അടുത്തായിട്ട് നമ്മുടെ എല്ലാം തരിശു ഭൂമികളെല്ലാം കൃഷിഭൂമിയാക്കി മാറ്റുന്ന നമ്മുടെ പ്രിയങ്കരനായ റോബിൻ. ഈ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തരിശു ഭൂമികളെല്ലാം ലാസ്റ്റ്. അടുത്തതായിട്ട് നമ്മുടെ മുഴുവൻ കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കുന്ന, നമ്മുടെ എല്ലാവരെയും തന്നെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്, നമ്മളെ എല്ലാം കൂടെ 5 വർഷം തോളോട് ചോളത് നിന്ന പ്രിയങ്കരനായ ബിജോ. അദ്ദേഹത്തിന്റെ വൈഫ് ഇവിടെയാണ് നിൽപ്പുണ്ട് കേട്ടോ, എല്ലാം സൂക്ഷിച്ചോ. ബിജോ പി എബ്രഹാമിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തതായിട്ട് അടുത്തതായിട്ട് അഖില ലാസ്റ്റാണ്. ലാസ്റ്റ് 12ാം വാർഡില് എല്ലാ. അടുത്തതായിട്ട് ഇനി നമ്മുടെ സ്റ്റാഫാരാവുള്ള നമ്മുടെ കവിത സാറ് മുമ്പോട്ട് വരണം. മുന്നോട്ട് ഒന്ന് വിളിച്ചേ. അടുത്തതായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ മാവേലിയുടെ പ്രതീകമായ മാവേലിയെ പോലെ തന്നെ ഇടയ്ക്കൊക്കെ നമ്മളെ വന്ന് കാണുക. അതോടൊപ്പം തന്നെ ഭീമസേനനെ പോലെ കണ്ടടത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമായ അഖിലം നായർ. അതേപോലെ അഖിലം നായർ. അതല്ല ഞാൻ അഖിലിനെ ലാസ്റ്റ് വിടാതെ. ഇല്ല ഞാൻ ഇത്രയും നാള് നമ്മളെ വൈസ് പ്രസിഡന്റ് 5 വർഷക്കാലമാകുന്നു. എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വേണ്ട അഭിപ്രായങ്ങളും കാര്യങ്ങളും പറഞ്ഞു തരികയും ചെയ്യുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട പ്രമോദ് യാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. 501 രൂപ കൊണ്ടുവന്നുള്ള വ്യാമോഹം മാത്രമാണ്. അതെനിക്ക് നേരത്തെ അറിയാം. അടുത്തായിട്ട് നമ്മോടൊപ്പം തന്നെ 3 മാസം കൊണ്ട് നമ്മുടെ എല്ലാം പ്രതീക്ഷകൾക്കൊട്ട് ഉയർത്തുന്ന നമ്മുടെ പ്രിയങ്കരയായ അസിസ്റ്റന്റ് എഞ്ചിനീയർ കവിത സാർ മുന്നോട്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ കൊച്ചുവൻ അവരെ നിൽക്കുക, ശില്പി അവിടെ നിൽക്കുക. കവിത സാർ മുന്നോട്ട് വന്ന് പോട്ടെ. നമ്മുടെ ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ LSD പുതുപ്പള്ളി. അടുത്തതായിട്ട് നമ്മുടെ ഓവർസിയർ പ്രിയങ്കരനായ കൊച്ചുവൻ കഴിഞ്ഞ 3 വർഷം നമ്മോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഖദുഃഖങ്ങളിലും നമ്മളോടൊക്കെ പങ്കുചേർന്ന് നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിന്റെ വിവിധ റോഡുകളുടെ സുരക്ഷിതമായ ഭാവിയെപ്പറ്റി എപ്പോഴും നല്ല പോലെ പണി ചെയ്യിപ്പിക്കരുത്. ഇതോടൊപ്പം തന്നെ ശില്പ നമ്മുടെ നമ്മുടെ LSD ഓഫീസിലെ ക്ലർക്കായി പ്രവർത്തിക്കുന്ന കഴിഞ്ഞ 3 വർഷമായി നമ്മൾ സംസാരിക്കുന്ന ശില്പയെ മിക്കവാറും സമ്മാനം കൊണ്ടുപോകുന്ന എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള കൈതപ്പാലം ആയുർവേദ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജലി എസ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രസിഡന്റും ഡോക്ടറും കൂടിയാണ് നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിലെ കായികൽപ്പ അവാർഡ് ബഹുമാന്യായ നമ്മുടെ ആരോഗ്യമന്ത്രിയിൽ നിന്നും അവാർഡ് ട്രോഫിയും മെമന്റോയും 30,000 രൂപ കാശ് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഓണത്തിന് ചെലവഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടറെ ഈ നല്ല സന്ദർഭത്തിലേക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളോടൊപ്പം തന്നെ സഹകരിച്ചതിൽ എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും. ഓക്കെ, ഡോക്ടർ സമ്മാനം കൊണ്ടുപോകുന്നൊരു സംശയമുണ്ട്. അടുത്തതായിട്ട് ഈ മത്സരങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ മുമ്പിലെത്ത നമ്മുടെ സുരഞ്ജേട്ടൻ. അടുത്തതായിട്ട് നമ്മളോടൊപ്പം എന്നും പ്രവർത്തിക്കുന്ന നമ്മുടെ മുരളിച്ചേട്ടൻ, നമ്മുടെ പ്രിയങ്കരനായ മുരളീധരൻ നായർ കഴിഞ്ഞ 10-15 വർഷമായി ഈ പഞ്ചായത്തിന് ഒരു വേതനവുമില്ലാതെ സാധാരണക്കാരായ പിള്ളേർക്ക് അക്ഷരങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം പകർന്നു നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മുരളിച്ചേട്ടൻ. അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ 6 മാസമായുള്ളൂ ഓണമറിയാൻ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയ്ക്ക് നിസ്വാർത്ഥ സേവനത്തിന്റെ ഉടമയായ മുരളിച്ചേട്ടന് എല്ലാവരുടെ കൈയോട്. അടുത്തതായിട്ട് നമ്മുടെ ശ്രീകല, എല്ലാവരുടെ കൈയോട്.
സ്ത്രീകളെ വളരെ സന്തോഷത്തോടെ ഈ ഓണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടീച്ചറാണോ? അഖിലിന്റെ ടീച്ചറാണ് കേട്ടോ. ഇപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മൾ വസ്തുതകൾ മനസ്സിലാക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ, നമ്മുടെ ജില്ലയിലെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന തിരുവനന്തപുരം, നമ്മുടെ കൊച്ചനിയൻ ഏത് കാര്യങ്ങളും 100% സ്വത്തർഹ്യമായ സേവനത്തിന്റെ പ്രതീകമായ, കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ പോണില്ല, അതുകൊണ്ടൊക്കെ അഖിലിനെ ഈ ഓണാഘോഷത്തിലേക്ക് അഖിലം നായരുണ്ട്, അഖിലുണ്ട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. അടുത്തായിട്ട് റോബിനെ ഞാൻ നമ്മുടെ തരിശു ഭൂമികളെല്ലാം കൃഷിയാക്കി കൊണ്ടുകൊടുക്കുന്ന റോബിനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ ആരെങ്കിലും ഈ മത്സരത്തിൽ പങ്കെടുക്കണം കേട്ടോ. നമ്മുടെ കഴിവുകൾ അറിയാൻ പോകുന്നത് മാർക്കറ്റിലുകാർ ഇവിടെ വളരെ വിദഗ്ധനായ മോനിച്ചായനും ഉണ്ട്, നമ്മുടെ ഫോട്ടോഗ്രാഫറും ഉണ്ട്. 5ാം വാർഡ് മെമ്പർ മോനിച്ചായൻ മത്സര ജഡ്ജി ആയതുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ പ്രിയങ്കരനെ കൊല്ലം സ്വദേശി, ആലപ്പുഴയുടെ കുട്ടനാടൻ വള്ളംകളിയുടെ നാട്ടിൽ നിന്ന് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ജയദേവ് ഓവർസിയർ, അദ്ദേഹം ഇപ്പോൾ വരുന്നതാണോ. നല്ല ഓണ ഡ്രസ്സൊക്കെ ഏത് സിനിമയിലാണോ? കുട്ടച്ചൻ എടുത്ത ഒരു സിനിമയിലാണോ? ക്ലാസ്മേറ്റ്സിലെ വേഷമാണോ? ജയദേവ് ഓവർസിയർ ആലപ്പുഴയുടെ വള്ളംകളിയുടെ നാട്ടിൽ നിന്ന് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ദീർഘവർഷങ്ങളിൽ വിദേശത്തുമൊക്കെ സേവനം ചെയ്തതിനു ശേഷമാണ് ഇവിടെ തിരിച്ചെത്തി. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സാധിച്ചു. അടുത്തതായിട്ട് നമ്മുടെ കുടുംബശ്രീ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ പഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന ശ്രീ ജിഷ മധു, വളരെ പ്രതിസന്ധിയുടെ കാലങ്ങളിലൂടെ അദ്ദേഹത്തെ കഴിഞ്ഞുപോയി. കുടുംബത്തിലൊക്കെ രോഗങ്ങളുടെയൊക്കെ ഭാരങ്ങളിലൊക്കെ വന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജിഷ അവരെ എല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ കോട്ടയം ജില്ലയിലെ തന്നെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അഭിമാനമായ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ജിഷ മധു വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ മോളും കൊച്ചനുജത്തിയും വീട്ടക്ക് ബിരുദാരിയും നമ്മളൊക്കെ എല്ലാവർക്കും വ്യവസായം തുടങ്ങാൻ വേണ്ടി ഏറ്റവും നല്ല പ്രോത്സാഹനം നൽകുന്നു. അതോടൊപ്പം തന്നെ വലിയ പ്രഭാഷകമായ അഞ്ജുവിനെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഞ്ജുവിന്റെ പറയുന്നത് എല്ലാവരും ഇനി ആർക്കെങ്കിലും പങ്കെടുക്കാണോ? നമ്മുടെ ഡ്രൈവർ ശരത്തൊക്കെ ഇന്ന് നല്ല ഓണപ്രസിലൊക്കെ ആണല്ലോ. നമ്മുടെ സുധി ശരത്ത്, നമ്മുടെ പ്രവീൺ എത്തിയിട്ടില്ലേ? ഇവരെല്ലാവരും നല്ല കാര്യങ്ങളും വിമർശനങ്ങൾ എപ്പോഴും വേണം. വിമർശനങ്ങൾ കൊണ്ടുള്ള ജനാധിപത്യം മുന്നോട്ട് പോകുന്നു. ആ വിമർശനങ്ങളെ അതിജീവിച്ചുകൊണ്ട് തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. വിനോദിന് അഭിനന്ദനങ്ങൾ. പുതുപ്പള്ളി ടുഡേയുടെ എല്ലാ പ്രവർത്തകരും നേർത്തു കൊടുക്കുന്ന വിനോദിന് അഭിനന്ദനങ്ങൾ. ഇപ്പോൾ ഇനി ആരെങ്കിലും ഈ മത്സരത്തിൽ വളരെ വലിയ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആരെങ്കിലും ഇനി പങ്കെടുക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരണം. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും പുതുപ്പള്ളി ഓണാഘോഷ സമിതിയുടെ പേരിൽ, അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും പേരിൽ, അംഗങ്ങളല്ല മുഴുവൻ സ്റ്റാഫിന്റെയും എല്ലാവരുടെയും പേരിൽ അഭിനന്ദിച്ചുകൊണ്ട് ഇപ്പോൾ ജിനുക്കെ പോൾ ഒരു പാട്ട് പാടുന്നതായിരിക്കും. ഇത്രയും നേരം നമ്മൾ ഇതൊക്കെ കണ്ട് ഒരു ആനന്ദകരമായ ഒരു പാട്ട് ജിനുക്കെ പോൾ ഇപ്പോൾ പാടും. മലയാളികളുടെ ആഘോഷം, അതിലൊരു ഭാഗമാകുകയാണ് നമ്മൾ. ഓണം എന്നും ഓർമ്മകളുടേതാണല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്ത് വയ്ക്കാൻ അധികമൊന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാനും നിങ്ങളെയൊക്കെ പോലെ പലരെയും പോലെ ജീവിച്ചു വന്നത്. ഒരുപാട് ഓർമ്മകൾ ഒന്നും സൂക്ഷിക്കാൻ കഴിയുന്നില്ല. ഓർമ്മകൾ ഉണ്ടാകുന്ന ഒരു സമയം എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താന്ന് തോന്നുന്നു. ആഘോഷമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ നമ്മുടെ പെർഫോമൻസ് ഒക്കെ വളരെ ഭംഗിയായി നടക്കുവാൻ സഹായിച്ചു. എല്ലാവരും വളരെ ചെറിയ പോയിന്റിലാണ് വ്യത്യാസം ഉണ്ടായത്. എല്ലാവരും ഒരുപോലെ തന്നെ പെർഫോമൻസ് നടത്തി വളരെ സന്തോഷമുണ്ട്. വളരെ പ്രയാസമായിരുന്നു ഓരോരുത്തരെയും കണ്ടുപിടിക്കുന്നെങ്കിലും അല്പ ചില വ്യത്യാസം ഞാൻ കണ്ടതിൽ വിളിച്ചത് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും പ്രിയപ്പെട്ട നമ്മുടെ മോനിച്ചാൻ പറയുന്നതാണ്. ഞങ്ങളെ ഇന്ന് ക്ഷണിച്ചതിനുള്ള നന്ദിയും ഞങ്ങൾ ഈ പ്രശ്നത്തിൽ പ്രിയപ്പെട്ടവരോട് ആദ്യമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച്
നമ്മുടെ പഞ്ചായത്തിൻ്റെ അമരത്തിലിരിക്കുന്ന നമ്മുടെ പ്രിയ മാഡം, അതുപോലെ തന്നെ മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹം പ്രത്യേകം അറിയിക്കുകയാണ്. ഇപ്പോൾ റിസൾട്ടിന് വേണ്ടി പ്രിയ മോൻ ചാനലിലേക്ക് എന്റെ പ്രിയപ്പെട്ട സഹജഡ്ജ്, പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീകളുടെ മത്സരത്തിലാണ് ഏറ്റവും കാഠിന്യം. കാരണം വളരെ ചെറിയ എല്ലാവരും ഒന്നിനൊന്നും മെച്ചമല്ല, എല്ലാവരും നല്ല വേഷഭൂഷാദികളോടെയാണ് വന്നത്. അപ്പോൾ മാർക്കിടുക എന്ന് പറഞ്ഞത് ജഡ്ജസ് വളരെയധികം ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. എങ്കിലും അതിൽ നിന്ന് സ്വല്പം ഞങ്ങൾ രണ്ടുപേർക്ക് മാർക്ക് കിട്ടും. അതിന്റെ ആ മാർക്ക് കൂട്ടിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകളാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആ ആളുടെ പേര് സുനു. ഫസ്റ്റ് പ്രൈസ് സുനു. രണ്ടാം സ്ഥാനത്ത് നമ്മുടെ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഡോക്ടർ അഞ്ജലി ഡോക്ടർ ശില്പ എസ് അയ്യർ. ഡോക്ടർ ശില്പ എസ് അയ്യർ രണ്ടാം സ്ഥാനത്ത് സമ്മാനം ഇല്ലെന്നാണ് സംഘാടകർ അറിയിച്ചിരുന്നെങ്കിൽ സന്തോഷത്തോടെ അവര് ഇങ്ങോട്ട് വെൽക്കം ചെയ്തു. രണ്ടാമത് പുരുഷന്മാരുടെ കാര്യത്തിൽ യാതൊരു സംശയവും ഞാൻ വന്നില്ല. രണ്ടുപേർക്ക് യാതൊരു സംശയം വന്നില്ല. ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീ CS സുധൻ. രണ്ടാം സ്ഥാനത്ത് ശ്രീ ജിനു കെ പോൾ. രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ശ്രീ ജിനു കെ പോൾ. എല്ലാവർക്കും ആത്മമായ ഓണാശംസകൾ. നന്നായി പങ്കെടുത്തതിന് എല്ലാവിധ നന്ദി, അഭിനന്ദനങ്ങൾ. ഇവിടെ എല്ലാവരും കൂടെ നിന്ന് ഒരു പടം എടുക്കുകയാണ്. വിജയികളുടെ കൂടെ നിന്ന് ജഡ്ജസ് നിന്നോട്ടെ. ശാന്തമാനിക്ക് ഒരു സങ്കടം കേട്ടോ, ശാന്തമാനിക്ക് ഒരു സങ്കടമുണ്ട്. മോൻ കണ്ടാ അറിയാം ഒരു ചെറിയ സങ്കടം. അദ്ദേഹത്തിനുള്ള സമ്മാനം ഇപ്പം ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ഈ സുഖം തന്നെ, വേറെ സുഖമില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ വന്നപ്പോ എനിക്കൊരു ഡൗട്ട് ഉണ്ടാകും, ജഡ്ജസിന് അബദ്ധം പറ്റുമോ ശില്പയും ഡോക്ടറെയും. അവരതേ തന്നെ മാർക്കുകളൊക്കെ വളരെ കൃത്യസന്ധമായിരുന്നു. മലയാളം മാങ്കയിൽ സെക്കൻഡ് രണ്ടുപേർക്കാണ് പ്രത്യേകിച്ച് ഡോക്ടർ അഞ്ജലി എസ്, ഡോക്ടർ ശില്പ അയ്യരെ, ഡോക്ടർ ശില്പയും നമ്മുടെ LSTയുടെ ക്ലർക്കാണ്. ശില്പയും വളരെയധികം സന്തോഷത്തോടെ അഭിനന്ദിക്കുകയാണ്. ഇനിയെന്തെങ്കിലും ഇതിൽ കൂടുതൽ ഉപരിയായുള്ള സമ്മാനങ്ങൾക്ക് അർഹരാകട്ടെ എന്ന് ഞങ്ങൾ അനുമോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, ആശംസിക്കുകയാണ്. പഞ്ചായത്തിന്റെ ഈ ഓണ ആഘോഷം പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും സന്തോഷത്തോടെ ജാതി ഭേദമന്യേ ഒത്തുകൂടുന്ന ഒരവസരമാണ്. ഇങ്ങനെ ഒരു അവസരത്തിൽ പഞ്ചായത്ത് മുൻകൈയെടുത്ത് എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ ഓണം ആഘോഷം നടത്തുന്നതിൽ എല്ലാ ആശംസകളും നൽകുന്നു. തറപറ്റിക്കുന്ന ഞാൻ പോകാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ വാർഡിന്റെയും എല്ലാവിധ
അവസാന ചാൻസാണ്. കസേര സ്വന്തമാക്കും. പാട്ടിടാൻ പോവാ. കഴിച്ചു കൊടുത്തു. രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ ശാന്തമ്മയാണ്. ശാന്തമ്മ ഈ വേദിയിലേക്ക് രണ്ടാം സ്ഥാനം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊടുത്തു. എല്ലാവരും നല്ലൊരു കൈകൈ. നമ്മുടെ കുട്ടപ്പായി നമ്മുടെ സുന്ദരിയെ തപ്പിയാണ് നടക്കുന്നത്. ആരും മാപ്പരുത്. ബിന്ദു
മത്സരമാണ് നടക്കുന്നത്. കാലാപാടില്ല വളരെ കൃത്യമായിട്ട് സുന്ദരിയെ തപ്പി നടക്കുകയാണ്. ചെവിയിലാണോ കവളിന്റെ അറ്റത്താണോ എവിടെയോ മാർഗനിർദ്ദേശമാക്കി നടത്തുന്നത് സൗമ്യയാണ്. നേരെ വിടുക. ഞാനില് വിനോദ രംഗത്ത് കൊണ്ടുവന്ന് തോന്നുന്നു. നേരെ അത് കഴിഞ്ഞിട്ടാണ് ശാന്തമോഹൻ സുന്ദരിയുടെ ബേസ് കണ്ടുപിടിക്കുകയാണ്. രണ്ട് സുന്ദരിമാർ തമ്മിലുള്ള മത്സരമാണ് അടുത്ത നടക്കാൻ പോകുന്നത്. സുമിയാണ്. എന്തെങ്കിലും നാടകം അടുത്ത കന്യയാണ്. നേരെ പോകട്ടെ. മനസ്സിലായി. കറക്റ്റ് കണ്ടത് എവിടെയെങ്കിലും കുത്തും. കൃത്യമായിട്ട് തന്നെ കുത്തും തോന്നും. നിലവിൽ ശില്പയെ കടത്തി വിട്ടിരിക്കുകയാണ്. അതും കണ്ണിക്കൊള്ളിന്റെ പുലിയത്തെ കൊണ്ടുപോയ പരമതിയായി. സിന്ധു ഈ കാര്യത്തിൽ വളരെ മിടുക്കിയാണ്. കൃത്യമായിട്ട് തന്നെ ചുടും നമുക്കറിയാം. ഗീത നോമ്പറിന് നേരെയാണ്. കാണാൻ പറ്റുവാനാ
അല്ല അതല്ല പിന്നെ അടുത്ത വരും ദുരന്തിയെ രണ്ടാം സമ്മാനത്തിനായി നമ്മുടെ കേസിലെ പ്രദേശി അഖിലത്തിനായ രണ്ടാം സമ്മാനം 2 വയസ്സ് സമ്മാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവർക്കും ഒന്നാം സ്ഥാനം കിട്ടുന്നവർക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും. ഇല്ലാത്തോണ്ടാ റോബിന് പ്രതി റോബിൻ വളരെ പ്രതി പൈസ നേരത്തുള്ള ഏറ്റവും റെഡിയാണോ? പടയെടുക്കുക ഞാനത് കെട്ട് സാധനം 2 ടീം റെഡിയല്ലേ? വലിച്ചു കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ, വലിച്ചു നിന്നിട്ടേ കിട്ടുള്ളൂ. കെട്ടിയിട്ട് വലിക്കാറായില്ല ഫുള്ള് പറയും. ആവേശകരമായ പൈസ റെഡിയാണോ? പൈസ റെഡിയാണോ? റെഡി പ്രവീണ റെഡിയാണോ? പ്രവീണിന്റെ ടീം റെഡിയാണോ? റെഡിയല്ലേ? കെട്ടിട്ട് ഒരിക്കാവളെ റെഡിയല്ലേ? വലിക്കാതെ നിങ്ങൾ ഒരു വേദനയില്ല. പോയി പോയി വീണ്ടും രണ്ടാം വിജയിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ബിന്ദു റെഡിയാണോ? റെഡി അവിടെ കേരളം ശ്രദ്ധിച്ച് ടേക്കർ ഓഫ് പറയുമ്പോൾ പണം എടുക്കാം. വനിക്കല്ലേ പണം കെട്ടിക്കഴിഞ്ഞ് ഫുള്ളെന്ന് പറയുന്നത് വനിക്ക് കേട്ടോ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടുത്തെ തീരെ ശ്രദ്ധിച്ച് ടേക്കർ ഓഫ് പണം എടുക്കാം. ടേക്കർ ഓഫ് പണം എടുക്കാം. വനിക്കല്ലേ അതിന് പണം കെട്ടിക്കഴിയുമ്പോൾ റിബൺ കെട്ടിക്കഴിയുമ്പോൾ ഫുള്ളെന്ന് പറയുന്നത് വനിക്കും. അല്ലേ? 2 ടീം റെഡിയല്ലേ? റെഡി ടേക്കർ ഓഫ് മാക്സിമം വലിച്ചോ, 2 പേരും വലിച്ചോ. ആശയേറിയ മത്സരമാണ് വടംവലി മത്സരം. സ്ത്രീകളുടെ വടംവലി മത്സരം ഇതാ വലിക്കല്ലേ
ഫുൾ പഞ്ചോ ആവേശകരമായ പന്ത്രണ്ട് മത്സരമാണ്. ആരിലേക്ക് Yeah.